എനിക്ക് മതിയായി, എല്ലാം ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇന്ത്യയിലെ കായിക പ്രേമികളുടെ മനസ്സിൽ എപ്പോഴും ചേർത്ത് വെക്കുന്ന ഒരു പേര് തന്നെയായിരുന്നു സാക്ഷി മാലിക്കിൻ്റെത്. സാക്ഷി മാലിക് ഇന്നലെ തൻ്റെ കരിയർ അവസാനിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് താൻ പ്രാക്ടീസ് ചെയ്യുന്ന ബൂട്ട് എടുത്ത് ടേബിളിൽ വെച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് യാത്ര പറയുമ്പോൾ അത് സത്യത്തിൽ ഒരു പ്രതിഷേധത്തിന്റെ തുടക്കം കൂടിയാണ്. ബ്രിജ് ഭൂഷൺ എന്ന ഗുസ്തി ഫെഡറേഷന്റെ തലപ്പത്തിരുന്ന BJP നേതാവിന്റെ കൊള്ളരുതായ്മകൾ ഓരോന്നായി ചോദ്യം ചെയ്തുകൊണ്ട് 40 ദിവസം ഡൽഹിയിലെ തണുത്ത കാലാവസ്ഥയിലും പോരാടിയത് ഈ നാടിലെ സ്ത്രീകളുടെ അഭിമാനം ഉയർത്തിപ്പിടിക്കാൻ തന്നെയായിരുന്നു. പക്ഷേ അതേ തലപ്പത്ത് തന്നെ ബ്രിജ് ഭൂഷന്റെ അനുയായികളെ പിടിച്ചിരുത്തിക്കൊണ്ട് BJP സർക്കാർ ഗുസ്തിക്കാരുടെ മുഖത്ത് തുപ്പുന്ന ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അതിനെതിരെ ശക്തമായി പ്രതികരിച്ചുകൊണ്ടാണ് സാക്ഷി മാലിക് കഴിഞ്ഞ ദിവസം താൻ തൻ്റെ കരിയർ തന്നെ അവസാനിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് രാജി പ്രഖ്യാപിച്ചുകൊണ്ടത്. വളരെയധികം വേദനാജനകമായ ഒരു കാഴ്ചയായിരുന്നു. കരഞ്ഞുകൊണ്ടാണ് സാക്ഷി മാലിക് താൻ കളിക്കളം വിടുന്നു എന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സത്യത്തിൽ സാക്ഷി മാലിക്കിന്റെ വിടവാങ്ങൽ ഇവിടെ ചോദ്യചിഹ്നമാക്കുന്നത് കേന്ദ്രം പ്രഖ്യാപിക്കുന്ന സ്ത്രീകൾക്ക് വേണ്ടിയുള്ള പദ്ധതികളും ഇല്ലെങ്കിൽ സ്ത്രീകളെ ചേർത്ത് പിടിക്കുന്നു എന്ന് പറയുന്ന പ്രഖ്യാപനങ്ങളും ഒക്കെ തന്നെയാണ്. അതിനുവേണ്ടി തന്നെയാണോ ഒരു കായിക താരത്തിന്റെ ഭാവി ഉൾപ്പെടെ തകർക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത് എന്ന ചോദ്യം ഇവിടെ നിൽക്കുന്നുണ്ട്. വെറും ആരോപണങ്ങൾ മാത്രമല്ല, ലൈംഗികപരമായ ആരോപണങ്ങൾ ഉൾപ്പെടെ ബ്രിജ് ഭൂഷണെതിരെ നിലനിൽക്കുന്നു. അതിൽ FIR ഉൾപ്പെടെ ഇട്ടിട്ടുണ്ട്. അത് ഡൽഹി ഹൈക്കോടതിയിൽ കേസ് നടക്കുന്നുണ്ട്. പക്ഷേ കേസിൽ ജാമ്യത്തെ എതിർക്കാൻ അവിടുത്തെ ദില്ലി പോലീസ് തയ്യാറായില്ല എന്ന് പറയുമ്പോൾ എത്രത്തോളം ഉന്നതങ്ങളിലാണ് ബ്രിജ് ഭൂഷൺ എന്ന BJP നേതാവിന്റെ പിടി എന്ന കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ വലിയ പിന്തുണയാണ് പ്രതിപക്ഷത്ത് നിന്ന് ഇപ്പോൾ സാക്ഷി മാലിക് എന്ന നട്ടലുള്ള പെൺകുട്ടിക്ക് ലഭിക്കുന്നത് എന്ന് പറയേണ്ടി വരും. ഇത്രയും വേദന നിറഞ്ഞ സാഹചര്യങ്ങളിലൂടെ കടന്നുപോയിട്ടും കൊടും തണുപ്പിനെ പോലും അവഗണിച്ച് അവിടെ ഡൽഹിയിൽ വലിയ രീതിയിലുള്ള ഒരു സമരത്തെ നയിച്ചപ്പോഴും അവർക്ക് ഒറ്റ ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ: ബ്രിജ് ഭൂഷൺ എന്ന BJP നേതാവിന്റെ കൊള്ളരുതായ്മകൾ ഇനി ഗുസ്തി ഫെഡറേഷനിൽ ഉണ്ടാകരുത് എന്നായിരുന്നു. പക്ഷേ അത് നടന്നില്ല എന്ന് മാത്രമല്ല, കേന്ദ്ര സർക്കാർ നൽകിയ ഉറപ്പുകൾ ഒന്നും പാലിക്കാനും അവരെ കൊണ്ട് സാധിച്ചില്ല. ഏറ്റവും ഒടുവിൽ അവിടെ ഗുസ്തി ഫെഡറേഷന്റെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ബ്രിജ് ഭൂഷന്റെ അനുയായികൾ നടത്തിയിരുന്ന പാനൽ വിജയിക്കുകയും ബ്രിജ് ഭൂഷൺ പറയുന്നത് കേൾക്കാൻ വേണ്ടി മാത്രം ജനിച്ച ചില പാവകൾ ആ ഫെഡറേഷന്റെ തലപ്പത്തേക്ക് എത്തിയിരിക്കുകയാണ്. അതൊരിക്കലും ഒരു കായിക താരം എന്ന രീതിയിലും ഒരു സ്ത്രീ എന്ന രീതിയിലും അവർക്ക് അംഗീകരിക്കാൻ കഴിയുന്നതിന് അപ്പുറത്തേക്കായിരുന്നു. പക്ഷെ കാര്യങ്ങളൊക്കെ മാറി മറിയുകയാണ്. പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ തന്നെ സാക്ഷി മാലിക്കിന് വലിയ പിന്തുണയുമായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. മമത എന്ന് പറഞ്ഞ ഒരു കാര്യം അത്രയേറെ പ്രാധാന്യം അറിയിക്കുന്നത് തന്നെയാണ്. കാരണം ഗുജറാത്തിൽ വാരണാസിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ സാക്ഷി മാലിക്കിനെ മത്സരിപ്പിക്കണമെന്നാണ് മമത പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ജയിക്കുമോ തോൽക്കുമോ എന്നുള്ളത് 2ാം ഘട്ടത്തിലേക്കാണ്. പക്ഷേ പ്രധാനമന്ത്രിക്കെതിരെ ഈ നാട്ടിലെ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇല്ലെങ്കിൽ ഈ നാട്ടിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നീതി തേടി അവസാന റൗണ്ട് വരെ പോരാടി തോറ്റുപോയ ഒരു സ്ത്രീ അവർ മോദിക്കെതിരെ വാരണാസിയിൽ മത്സരിക്കുകയാണെങ്കിൽ ഇവിടെ ചരിത്രം വീണ്ടും കുറിക്കപ്പെടും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. പക്ഷേ കാര്യങ്ങൾ എല്ലാം സാക്ഷി മാലിക്കിന് അനുകൂലമാവണമെന്നില്ല. കാരണം കേന്ദ്രം ഭരിക്കുന്നത് BJP സർക്കാരാണ്. അതുകൊണ്ട് ഇനി ഇവർക്കെതിരെ വല്ല കള്ളക്കേസ് എടുക്കുമോ എന്നുള്ള കാര്യം പോലും നമുക്ക് ഇപ്പോഴും വ്യക്തമായിരുന്നില്ല. കാരണം അത്രയും നീചമായി തന്നെയാണ് ഗുസ്തി താരങ്ങളോടും ഇത്രയും നാളും ഫെഡറേഷനും BJPയുടെ തന്നെ നേതാവുമായ ബ്രിജ് ഭൂഷണും ഒക്കെ പെരുമാറിക്കൊണ്ടിരുന്നത്. സ്വന്തം മകളെ പോലെ കാണേണ്ട കായിക താരങ്ങളോട് ലൈംഗികപരമായി പെരുമാറുകയും അവരെ തുടർച്ചയായി ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്ത ബ്രിജ് ഭൂഷണെ സംരക്ഷിക്കുന്ന നിലപാടാണ് തുടക്കം മുതൽ തന്നെ ഇക്കാര്യത്തിൽ BJP സ്വീകരിച്ചത്. ഇതിനിടയിൽ PT ഉഷ എന്ന BJP നോമിനേറ്റ് ചെയ്തിരിക്കുന്ന MP ചില കളികൾ കളിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് മറക്കാൻ കഴിയുന്നതല്ല. പക്ഷേ ബ്രിജ് ഭൂഷന്റെ അനുയായികളെ തലപ്പത്തേക്ക് എത്തിക്കാൻ വേണ്ടി വീണ്ടും BJP കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്നതിന്റെ പിന്നിൽ വലിയ രീതിയിലുള്ളൊരു സ്ത്രീ വിദ്വേഷം തന്നെ ഉണ്ട് എന്ന കാര്യത്തിൽ സംശയം വേണ്ട. എന്തായാലും ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിന്ന് മത്സരിക്കുന്നതിന് സാക്ഷി മാലിക്കിന് ക്ഷണം ലഭിച്ച സാഹചര്യത്തിൽ അവരെന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ള കാര്യത്തിൽ വളരെയധികം കൗതുകമുണ്ട് ഈ സമയത്ത്. ഏതായാലും ഈ ഗുസ്തി താരങ്ങളുടെ കണ്ണീരിന് രാജ്യം മറുപടി പറയുമെന്നും സ്വന്തം പ്രയത്നത്താൽ ഉയർന്നു വന്ന താരങ്ങളെയാണ് കേന്ദ്ര സർക്കാർ ഇല്ലാതാക്കിയതെന്നും സ്ത്രീ സുരക്ഷയ്ക്കായി ഇനിയും ശബ്ദമുയർത്തുമെന്നാണ് കോൺഗ്രസ് നേതാവും ബോക്സറുമായ വിജേന്ദർ സിംഗ് വരെ പറഞ്ഞിരിക്കുന്നത്. അത്രയ്ക്കധികം സപ്പോർട്ടാണ് ഇപ്പോൾ നമ്മുടെ സാക്ഷി മാലിക്കിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഓർക്കുക, സാക്ഷി മാലിക് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ചെറിയ ആളായിട്ട് കണക്ക് കൂട്ടേണ്ട കാര്യമില്ല. ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി മെഡൽ നേടിയ ഒരു സ്ത്രീ കൂടിയാണ് അവർ. അപ്പോൾ അവർക്ക് എത്രത്തോളം അവർ അധ്വാനിച്ചിട്ടുണ്ടാകും ആ മെഡലിന് വേണ്ടിയിട്ട്, നമ്മുടെ രാജ്യത്തിന്റെ പേര് ഉയർത്തിപ്പിടിക്കാൻ എത്രത്തോളം അവർ കഷ്ടപ്പെട്ടിട്ടുണ്ടാകും. പക്ഷെ അവർക്ക് കേന്ദ്ര സർക്കാർ കൊടുത്ത മറുപടി എന്താണ്? ബ്രിജ് ഭൂഷൺ എന്ന ഒരു പീഡന കേസിലെ പ്രതിയെ ഇല്ലെങ്കിൽ അയാൾ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെ വീണ്ടും അതേ സ്ഥാനത്ത് കൊണ്ടിരുത്തി ഇങ്ങനെയൊക്കെ ഇവിടെ സംഭവിക്കുകയുള്ളൂ എന്നുള്ളൊരു മറുപടിയാണ് സാക്ഷി മാലിക്കിന് കൊടുത്തിരിക്കുന്നത്. അതിൽ നിന്ന് വായിച്ചെടുക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. ഒപ്പം തന്നെ അവർ മോദിക്കെതിരെ വാരണാസിയിൽ സ്ഥാനാർത്ഥിയാകുന്നുണ്ടെങ്കിൽ അതിനും ഒരു ചരിത്രം പറയാനുണ്ടാകും. ഏതായാലും സാക്ഷി മാലിക്കിന് ലഭിക്കുന്ന പിന്തുണ ഒരർത്ഥത്തിൽ നമ്മൾ എടുത്തു പറയേണ്ടതാണ്. കേരളത്തിൽ ഇന്ത്യയിലെ ഓരോ സ്ത്രീകൾക്കും ലഭിക്കേണ്ട ഒരു പിന്തുണ തന്നെയാണ് സാക്ഷി
സാക്ഷി മാലിക്കിന് പ്രതിപക്ഷം ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അതിൽ BJPക്ക് ചില വിഷമങ്ങൾ ഉണ്ടെങ്കിൽ പോലും മോദിക്കെതിരെ വാരണാസിയിൽ മത്സരിക്കാൻ സാക്ഷി മാലിക് എത്തുമോ എന്നാണ് ഇനി നമ്മളുടെ മുന്നിലുള്ള ചോദ്യം.